നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഒഡീഷയിൽ മിന്നലേറ്റ് 6 സ്ത്രീകളും 2 കുട്ടികളുമടക്കം 9 പേർ കൊല്ലപ്പെട്ടു. ഇന്നലെ ഒഡീഷയിലെ വിവിധ ജില്ലകളിൽ അനുഭവപ്പെട്ട കനത്ത മഴയിലാണ് സംഭവം. നിരവധി പേർക്ക് മിന്നലേറ്റ് പരിക്കേറ്റെന്നാണ് അധികൃതർ വിശദമാക്കുന്നത്. കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്ത് ചില ജില്ലകൾ റെഡ് അലർട്ട് നൽകിയിരുന്നു. ഒരു കുടുംബത്തിലെ 3 സ്ത്രീകളാണ് മിന്നലേറ്റ് മരിച്ചത്. വയലിൽ ജോലി ചെയ്യുന്നതിനിടെ സമീപത്ത് തയ്യാറാക്കിയ താൽക്കാലിക ഷെഡിൽ കനത്ത മഴയിൽ അഭയം തേടിയവർക്കാണ് അത്യാഹിതം സംഭവിച്ചത്. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന 65-കാരൻ മിന്നൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ്. വാർത്തകൾ വിശദമായി. മിന്നലേറ്റ് സംസ്ഥാനത്തും ഒരു മരണം. ഇന്നലെ രാത്രി 10:45 മിന്നലേറ്റ് കളമശ്ശേരിയുള്ള ലൈല എന്ന സ്ത്രീയാണ് മരിച്ചത്. വീട്ടിലേക്ക് കയറുന്നതിനായി കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങിയപ്പോഴാണ് ഇവർക്ക് മിന്നലേറ്റത്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാൻ തൊടുത്തുവിട്ട 600-ലധികം ഡ്രോണുകൾ ഇന്ത്യ തകർത്തതായി പ്രതിരോധ വൃത്തങ്ങൾ. പാക് പ്രകോപന സാധ്യതകളെ മുൻകൂട്ടി കണ്ട് വ്യോമ പ്രതിരോധ രംഗത്ത് ഇന്ത്യ നടത്തിയ ദ്രുത നീക്കമാണ് ദൗത്യം വിജയകരമാക്കിയെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിലെ വിദേശ പര്യടന സംഘത്തെ നയിക്കാൻ കോൺഗ്രസ് നേതാവ് ശശി തരൂർ കേന്ദ്ര സർക്കാരിന്റെ ക്ഷണം തരൂർ സ്വീകരിച്ചു. US, UK എന്നിവിടങ്ങളിൽ ആയിരിക്കും തരൂർ ഉൾപ്പെടുന്ന സംഘത്തിന്റെ പര്യടനം നടക്കുക. പഹൽഗാം ആക്രമണം മുതൽ ഓപ്പറേഷൻ സിന്ദൂർ വരെയുള്ള കാര്യങ്ങൾ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് പാകിസ്ഥാനെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ ദൗത്യം. ഈ മാസം 22 മുതൽ ജൂൺ പകുതി വരെയാണ് സംഘത്തിന്റെ യാത്ര തീരുമാനിച്ചിരിക്കുന്നത്. ജമ്മു കാശ്മീരിൽ ഭീകരവിരുദ്ധ നടപടികൾ ശക്തമാക്കി സൈന്യം. കാശ്മീരിൽ ബുധൻ, വ്യാഴം ദിവസങ്ങളിലായി 2 സുപ്രധാന ഓപ്പറേഷനുകളാണ് സൈന്യം വിജയകരമായി പൂർത്തിയാക്കിയത്. 6 ഭീകരരെ വധിക്കുകയും ചെയ്തു. വാർത്താ സമ്മേളനത്തിൽ GOC വിക്ടർ ഫോഴ്സ് മേജർ ജനറൽ ധനഞ്ജയ് ജോഷിയാണ് ഇക്കാര്യം അറിയിച്ചത്. ബ്രഹ്മോസ് മിസൈൽ ആക്രമണത്തിൽ പാക് താവളം തകർത്തെന്ന് സമ്മതിച്ചു പാക് മുൻ എയർ മാർഷൽ. ഫെലാരി എയർബേസിലെ ആക്രമണത്തിൽ റഡാർ സംവിധാനമടക്കമുള്ള എയർക്രാഫ്റ്റ് തകർന്നുവെന്ന് പാക് മുൻ എയർ മാർഷൽ മസൂദ് അക്തർ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന് ഈ വർഷം കടമെടുക്കാവുന്ന തുകയിൽ നിന്ന് ഒറ്റയടിക്ക് 3300 കോടി രൂപ കേന്ദ്രം വെട്ടിക്കുറച്ചുവെന്ന് റിപ്പോർട്ടുകൾ. ഈ വർഷം ഡിസംബർ വരെ കടമെടുക്കാവുന്ന തുക 29,529 കോടി രൂപയാണെന്ന് കേന്ദ്രം അറിയിച്ചു. വിവിധ സ്ഥാപനങ്ങളുടെ വായ്പയ്ക്ക് സർക്കാർ ഗ്യാരണ്ടി നിൽക്കുന്നതിനുള്ള റിഡപ്ഷൻ ഫണ്ട് രൂപീകരിച്ചില്ലെന്ന കാരണം പറഞ്ഞാണ് ഈ വെട്ടിക്കുറയ്ക്കൽ. ഫണ്ട് രൂപീകരിച്ച് അതിലേക്ക് 600 കോടി രൂപ നിക്ഷേപിച്ചാലേ 3300 കോടി രൂപ കടമെടുക്കാൻ ഇനി കേന്ദ്രം അനുമതി നൽകൂ എന്നാണ് സൂചനകൾ. സംസ്ഥാനത്തിന്റെ തനത് വരുമാനം 1 ട്രില്യൺ രൂപയിലേക്ക് എത്തുകയാണെന്നും എന്നാൽ അത് സംസ്ഥാന സർക്കാർ നികുതികൾ വർദ്ധിപ്പിച്ചുകൊണ്ടില്ലെന്നും ധനമന്ത്രി KN ബാലഗോപാൽ. നികുതികൾ വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സാമ്പത്തിക ക്രയവിക്രയങ്ങൾ വർദ്ധിപ്പിച്ചും കൃത്യമായ നികുതി പിരിവ് നടത്തിയുമാണ് സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം വർദ്ധിപ്പിച്ചതെന്നും ധനമന്ത്രി പറഞ്ഞു. റോഡുകൾ എന്നതിനപ്പുറം സമൂഹങ്ങളെ ബന്ധിപ്പിക്കുന്ന വികസനം വളർത്തുന്ന കൂടുതൽ ഊർജ്ജസ്വലമായ ഭാവിയിലേക്ക് വഴിയൊരുക്കുന്ന ജീവരേഖകളാണ് നിലയിൽ നിന്ന് ആണ് സംസ്ഥാന സർക്കാർ പുതിയ കാലത്ത് റോഡ് നിർമ്മാണം പൂർത്തിയാക്കുന്നുവെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി. കേരളത്തിലെ 14 ജില്ലകളിലായി പൊതുമരാമത്ത് വകുപ്പ് പൂർത്തിയാക്കിയ വിവിധ റോഡുകളുടെയും തിരുവനന്തപുരം നഗരത്തിൽ കേരള റോഡ് ഫണ്ട് ബോർഡ് രൂപീകരിച്ച 12 സ്മാർട്ട് റോഡുകളുടെയും ഉദ്ഘാടനം തിരുവനന്തപുരം മാനവീയം വീഥിയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടകനായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടിയിൽ നിന്ന് വിട്ടതിന്റെ കാരണം വ്യക്തമല്ല. അതേസമയം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പങ്കെടുക്കേണ്ടിരുന്ന എല്ലാ പരിപാടികളും റദ്ദാക്കിയതായി വിവരമുണ്ട്. നെടുമ്പാശ്ശേരിയിൽ ഐവിൻ ജിജോയെ CSF ഉദ്യോഗസ്ഥർ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ റിമാൻഡ് റിപ്പോർട്ട് പുറത്ത്. ഐവിനെ കാർ കൊണ്ടിടിച്ചത് കൊലപ്പെടുത്തണം എന്നുദ്ദേശിച്ചോടുകൂടിയാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഐവിന്റെ മരണകാരണം തലക്കേറ്റ പരുക്ക് ആണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരുന്നു. നെടുമ്പാശ്ശേരിയിൽ വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിലെ തർക്കത്തെ തുടർന്ന് CSF ഉദ്യോഗസ്ഥർ ഐവിനെ കാറിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. എറണാകുളം നെടുമ്പാശ്ശേരിയിൽ CSF ഉദ്യോഗസ്ഥൻ കാറിടിപ്പിച്ചു കൊന്ന ഐവിൻ ജിജോയ്ക്ക് നാടിന്റെ യാത്രാമൊഴി. തുറവൂർ സെന്റ് അഗസ്റ്റിൻ പള്ളി വീട്ടിൽ 100 കണക്കിന് ആളുകളാണ് ഐവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത്. റിമാൻഡിലായ CSF ഉദ്യോഗസ്ഥർക്ക് നേരെ അങ്കമാലി കോടതി പരിസരത്ത് DYFI പ്രവർത്തകർ പ്രതിഷേധം ഉയർത്തി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപം ഐവിൻ ജിജോ എന്ന യുവാവിനെ CSF ഉദ്യോഗസ്ഥർ കാറിടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ക്രൂരമായ കൊലപാതകമാണ് നടന്നതെന്നും അതിന് ഉത്തരവാദികൾക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കണമെന്നും കുടുംബത്തിന് സംഭവിച്ച നഷ്ടം നികത്താൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവണമെന്നും സതീശൻ പറഞ്ഞു. മലപ്പുറം കാളികാവിലെ തോട്ടം തൊഴിലാളിയെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ വനമന്ത്രിക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയ്. മനുഷ്യൻ മരിക്കുമ്പോൾ ചിരിക്കുകയും മൃഗങ്ങൾ മരിക്കുമ്പോൾ കരയുകയും ചെയ്യുന്ന കടൽക്കിഴവനാണ് വനമന്ത്രി AK ശശീന്ദ്രൻ എന്ന് VS ജോയ് പറഞ്ഞു. സംസ്ഥാനത്ത് മഴക്കാല പൂർവ്വ മുന്നൊരുക്കം അടിയന്തരമായി പൂർത്തീകരിക്കാൻ സർക്കാരിന്റെ തീരുമാനം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗം മഴക്കാലം മുൻനിർത്തി നടത്തി ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തി.
കേരളത്തിൽ ഇതുവരെ 1959 റേഷൻ കടകളെ കെ സ്റ്റോറുകളായി മാറ്റാൻ ഭക്ഷ്യവകുപ്പിന് സാധിച്ചിട്ടുണ്ടെന്ന് സംസ്ഥാന സർക്കാർ. റേഷൻ വിതരണത്തിന് പുറമെ മിനി ബാങ്കിംഗ് സേവനങ്ങൾ, യൂട്ടിലിറ്റി ബില്ലുകൾ അടയ്ക്കാനുള്ള സൗകര്യം, ചോട്ടു ഗ്യാസ് സിലിണ്ടറുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, കൃഷി വ്യവസായ വകുപ്പുകളിലെ കീഴിലുള്ള സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എന്നിവയെല്ലാം കെ സ്റ്റോറിൽ ലഭ്യമാണ്. റാപ്പർ വേടനെതിരായ വിവാദ പ്രസംഗത്തിൽ കേസരി മുഖ്യ പത്രാധിപർ NR മധുവിനെതിരെ കൊല്ലം കിഴക്കേക്കരട പോലീസ് കേസെടുത്തു. CPM കിഴക്കേക്കരട ലോക്കൽ സെക്രട്ടറി വേലാതിന്റെ പരാതിയിലാണ് കേസെടുത്തത്. കലാപ ആഹ്വാനത്തിലുള്ള വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. വേടന്റെ പാട്ടുകൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നവയാണെന്ന് മധു പ്രസംഗിച്ചത്. കൊല്ലം കുണ്ടറയിലെ ക്ഷേത്ര പരിപാടിയിലായിരുന്നു പ്രസംഗം. വളർന്നുവരുന്ന തലമുറയിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമാണെന്നും വേടന്റെ പിന്നിൽ രാജ്യത്തിന്റെ വിഘടനം സ്വപ്നം കാണുന്ന സ്പോൺസർമാരുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പാടം ഫോറസ്റ്റ് സ്റ്റേഷനിൽ ബഹളം ഉണ്ടാക്കിയ KU ജിനേഷ് കുമാർ MLA-ക്കെതിരെ കേസെടുത്തതിന് പിന്നാലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും കേസ്. കാട്ടാന വൈദ്യാഘാതം ഏറ്റുചരിഞ്ഞ കേസിൽ അകാരണമായി തടഞ്ഞു വെച്ചു എന്ന തോട്ടം തൊഴിലാളിയുടെ പരാതിയിലാണ് കേസ്. കണ്ടാലറിയാവുന്ന 3 വനപാലകർക്കെതിരെയാണ് കൂടുതൽ പോലീസ് കേസെടുത്തത്. പശ്ചിമബംഗാൾ സ്വദേശി സെന്തു മണ്ഡലാണ് പരാതിക്കാരൻ. വിവിധ നിക്ഷേപ പദ്ധതികളുടെ പലിശ നിരക്കുകൾ പുതുക്കി. KSFU ജനറൽ ഫിക്സഡ് ഡെപ്പോസിറ്റ്, ചിട്ടി പ്രൈസ് മണി ഡിപ്പോസിറ്റ്, ഷോർട്ട് ടൈം ഡെപ്പോസിറ്റ് തുടങ്ങിയ നിക്ഷേപ പദ്ധതികളുടെ പലിശ നിരക്കിലാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. ചാലക്കുടി കുടപ്പുഴയിൽ തിരുനായുടെ ആക്രമണത്തിൽ കുട്ടികളടക്കം 12 പേർക്ക് പരിക്കേറ്റവർ ചാലക്കുടി മെഡിക്കൽ കോളേജിലും തൃശൂർ മെഡിക്കൽ കോളേജിലുമായി ചികിത്സയിൽ ആണ്. കണ്ണൂർ ചെറുപുഴ പുളിങ്കോമിൽ റബ്ബർ ഷീറ്റുകൾ സൂക്ഷിക്കുന്ന ഗോഡൌണിൽ തീ പിടിച്ചു. പുളിങ്കോമിലെ അനീഷിന്റെ റബ്ബർ ഗോഡൌണിനും പുകപ്പുരയ്ക്കുമാണ് തീ പിടിച്ചത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ കേസ് തീർക്കാമെന്ന് വാഗ്ദാനം നൽകി കൊല്ലത്തെ കശുവണ്ടി വ്യവസായിയിൽ നിന്ന് പണം തട്ടാൻ ശ്രമിച്ച 2 പേർ എറണാകുളത്ത് വിജിലൻസിന്റെ പിടിയിലായി. 2 കോടി രൂപയാണ് വ്യാപാരിൽ നിന്ന് പ്രതികൾ ആവശ്യപ്പെട്ടത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുന്നുവെന്ന് കോൺഗ്രസ്. പഹൽഗാം ഭീകരവാദ ആക്രമണത്തിന് പിന്നാലെ അടച്ച അട്ടാരി വാഗ ബോർഡർ 21 ദിവസത്തേക്ക് ഇടവേളയ്ക്ക് ശേഷം തുറന്നു. കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക അനുമതി പ്രകാരമാണ് നടപടി. ഇന്ത്യൻ ആർമിയെ എഴുത്തുന്ന പ്രസ്താവനയുമായി മധ്യപ്രദേശ് ഉപമുഖ്യമന്ത്രി. രാജ്യത്തെ സൈന്യവും സൈനികരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാൽക്കൽ വണങ്ങി നിൽക്കുകയെന്നായിരുന്നു BJP നേതാവും മധ്യപ്രദേശ് ഉപമുഖ്യമന്ത്രിയുമായ ജഗദീഷ് ദേവയുടെ വാക്കുകൾ. മംഗളൂരിന് സമീപം മുങ്ങിയ ചരക്ക് കപ്പലിലെ 6 ജീവനക്കാരെ രക്ഷപ്പെടുത്തി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. മംഗളൂരിന് തെക്ക് പടിഞ്ഞാറ് ഏകദേശം 60-70 നോട്ടിക്കൽ മൈൽ അകലെ MSV സലാമത്ത് എന്ന ചരക്ക് കപ്പലാണ് മുങ്ങിയത്. പാകിസ്ഥാൻ തടവിലായിരുന്ന സമയത്ത് നേരിട്ട് ദുരിതങ്ങൾ തുറന്നു പറഞ്ഞു BSF ജവാൻ പൂർണ്ണകുമാർ ഷാ. 21 ദിവസത്തിന് ശേഷമാണ് ജവാനെ പാകിസ്ഥാൻ മോചിപ്പിച്ചത്. പൂർണ്ണകുമാർ ഷായ്ക്ക് ഉറക്കം നിഷേധിക്കാൻ അന്താരാഷ്ട്ര അതിർത്തിയിൽ BSF ജവാന്മാരുടെ ഉദ്യോഗസ്ഥരുടെയും വിന്യാസത്തെക്കുറിച്ചും മിക്കവാറും എല്ലാ രാത്രിയും ചോദ്യം ചെയ്യുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് കൊടുമുടി കീഴടക്കി മടങ്ങിയ അപകടത്തിൽപ്പെട്ട് ഇന്ത്യക്കാരനായ പർവ്വതാരോഹന് ദാരുണാന്ത്യം. പശ്ചിമബംഗാൾ സ്വദേശി സുബ്രത ഘോഷാണ് മരിച്ചത്. ഇന്ത്യൻ വംശജനായ ഇംഗ്ലീഷ് എഴുത്തുകാരൻ സൽമാൻ റുഷ്ദിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് 25 വർഷം തടവ് ശിക്ഷ. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.